ഹായ്, ഞാനിങ്ങനെ റെഡി ആയിട്ടിരിക്കുന്ന എവിടെ പോകാനെന്നല്ല എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു രാവിലെ, ഇന്ന് ഇവിടെ ബാംഗ്ലൂരിലല്ല കർണാടകയിൽ മുഴുവനായിട്ട് വരമഹാലക്ഷ്മി എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് കന്നഡക്കാർ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു കന്നഡക്കാരി ഒരു ഫ്രണ്ട് ഉച്ചയ്ക്കൽ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും അപ്പൂസും കൂടെ ഞങ്ങളിന്ന് അവരുടെ വീട്ടിലാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയൊരു വിശേഷം എൻ്റെ കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആക്ച്വലി ഇന്ന് 2 വീട്ടിലാണ് വിളിച്ചേക്കുന്നത്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഒരിടത്ത് പോയിട്ട് വന്നിട്ട് വൈകുന്നേരം ഇനി ഒരാളുടെ വീട്ടിൽ പോകണം. ഇതിലൊന്നും എല്ലാവർക്കും പിണക്കമാവും, അതുകൊണ്ട് പോകാതിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് അവൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ് വൈകിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വൈകുന്നേരം അവിടെയും പോകണം. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ? അപ്പോൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അങ്ങനെ ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ഇവരുടെ വീട്ടിൽ അവർ ലക്ഷ്മി നന്നായിട്ട് ഒരുക്കി ഇരുത്തിയേക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ് അപ്പു ഇവിടെ ബോറടിച്ചിരിപ്പുണ്ട്. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പൂർണിമ. അത് കഴിഞ്ഞിട്ട് ഇത് ജയ, ശോഭ, ഇവരും എൻ്റെ കൂട്ടുകാർ. ഇവരുടെ വീട്ടിലാണ് ഞങ്ങൾ വന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഊണ് കഴിക്കാനിരുന്നതാണ്. അവർ 2 പേരും കൂടെ ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ഇങ്ങനെ വിളമ്പി തരുന്നുണ്ട്. ഞാനെല്ലാം വിളമ്പി കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. എന്തെല്ലാം ആഹാരങ്ങളാണ് ഇവിടുത്തെ ഫെസ്റ്റിവലിന് ഇവർ വിളമ്പുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ വിളമ്പുന്നത് വരെ ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വിളമ്പി കഴിഞ്ഞു. അപ്പോൾ ഇത് വന്നിട്ട് ഒബട്ട്, അത് കഴിഞ്ഞിട്ട് വട, പലതരത്തിലുള്ള തോരനുകൾ, അങ്ങനെ സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ചോറ് വിളമ്പി, ചോറ്, സാമ്പാർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ പൂർണിമ എന്ന് പറയുന്നത് അവളെൻ്റെ ബാംഗ്ലൂരിൽ വന്ന എൻ്റെ ഫസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഞങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെ നല്ല കൂട്ടാണ്. അങ്ങനെ ഒരിടത്ത് പോയിട്ട് വന്നു. ഇനി ഒരിടത്തൂടെ പോകാനുണ്ട് കേട്ടോ. അതൊന്ന് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ച് പോരുന്നതാണ്. അപ്പോൾ ഇനി വൈകുന്നേരത്തെ അവിടെയും കൂടെ പോയിട്ട് വന്നിട്ട് ഒരുമിച്ച് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അങ്ങനെ ഉച്ചക്കലത്തെ ഒരു ട്രിപ്പ് പോയി വന്നു. ഇനി വൈകുന്നേരത്തെ ഒരു ട്രിപ്പ് പോവാം കേട്ടോ. ചെല്ലുന്നില്ലെന്ന് പറയുമ്പോഴത്തേന് വിഷമമാവും. അതുകൊണ്ടാണ്, കാരണം ഫ്രണ്ട്സ് അല്ലേ, വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ വിഷമമാവും. അതുകൊണ്ട് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അടുത്ത വീഡിയോടെ നമുക്ക് വിസിറ്റ് ചെയ്തിട്ട് വരാം. അങ്ങനെ എൻ്റെ രണ്ടാമത്തെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നു. ഇവളാണ് എൻ്റെ ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണ് കേട്ടോ. അവൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ടോ. അപ്പോൾ അവളിങ്ങനെ വന്നതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുക. ഇവളുടെ വീട്ടിലും അതുപോലെ അവർ ലക്ഷ്മിക്ക് സാരിയൊക്കെ ഉടുപ്പിച്ച് ഇങ്ങനെ ഒരുക്കി ഇരുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം വിളമ്പി. ഇവിടെ അതുപോലെ തന്നെ ബൊബ്ബട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തോരന്, വട, എല്ലാ സംഭവവും ഉണ്ട്. പക്ഷേങ്കിൽ എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു. അത് എല്ലാം കഴിയുമ്പോൾ അവരുടെ ഒരു ശാസ്ത്രപ്രകാരം ഇങ്ങനെ പൂവ്, കുങ്കുമൊക്കെ കൊണ്ടുതരും. പിന്നെ ഞാൻ കുങ്കുമൊന്നും എടുക്കത്തില്ല, അതിൽ നിന്നൊരു പൂവ് എടുക്കും. അങ്ങനെ പൂജ എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെ രാത്രിയായി, അതുകൊണ്ടാണ് വെറുതെ വെളിയിൽ നിന്നിട്ടൊരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴത്തേക്ക് ബൈ.